ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാധികാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയിലും വിഷുസദ്യയിലും ഒരു പ്രധാന വിഭവമായ തനി നാടൻ രുചിയുള്ള പൈനാപ്പിൾ പച്ചടിയാണ്. പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. റെസിപ്പി കാണുന്ന മുമ്പ് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ബെൽ ഐക്കൺ അമർത്തിയാൽ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ പൈനാപ്പിൾ 1 കിലോ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പൈനാപ്പിൾ ചെറുതായിട്ട് മുറിക്കണം. പൈനാപ്പിൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൈനാപ്പിൾ നല്ല ഫ്രഷ് ആയിരിക്കണം. പിന്നെ പൈനാപ്പിൾ അധികം പഴുത്തിരിക്കാനും പാടില്ല, അധികം പച്ചയായിട്ടിരിക്കാനും പാടില്ല. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും. ഇനി വേണ്ട തേങ്ങയാണ്. തേങ്ങ 1/2 അല്ലെങ്കിൽ 3/4 മുറി ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 3 പച്ചമുളക്. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 1 ടീസ്പൂണിന് 2 ടീസ്പൂൺ. പിന്നെ ഇനി താളിക്കാൻ എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ കടുക്, 2-3 കപ്പരമുളക്, 1 കൈപ്പിടി കരുപ്പിനില, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പൈനാപ്പിൾ നന്നായിട്ട് വേവണ വരെ ഇതിനെ മൂടി വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ടിട്ട് കടലപ്പരിപ്പ് നന്നായിട്ട് ചുമന്ന വരുന്ന വരെ നന്നായിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ വറുത്തെടുക്കാം. ഇപ്പൊ കാണാം കടലപ്പരിപ്പ് നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കാം. ഇനി ഒരു മിക്സിയിൽ തേങ്ങ, കടുക്, വറുത്ത് വെച്ചിരുന്ന കടലപ്പരിപ്പ്, 3 പച്ചമുളകും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഈ പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. പൈനാപ്പിൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അത് വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പൊ പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ പൈനാപ്പിൾ എപ്പോഴും മേടിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ മേടിക്കണം. പൈനാപ്പിൾ പിന്നെ അധികം പഴുക്കാനും പാടില്ല, അധികം പച്ചയായിട്ടിരിക്കാനും പാടില്ല. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ പൈനാപ്പിളിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പൈനാപ്പിളിന് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി, അല്ലെങ്കിൽ 2 ടീസ്പൂണോളം പഞ്ചസാര ഇടാം. നമ്മൾ സദ്യയിലൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ പൈനാപ്പിൾ പച്ചടി, അപ്പൊ നമുക്ക് അറിയാം അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് പഞ്ചസാര ഇടണം. അധികം പഞ്ചസാര ഇട്ടാലും പൈനാപ്പിൾ പച്ചടിയുടെ ടേസ്റ്റ് പോകും. ഇനി ഒരു തിള വരണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കാൻ പോവാണ്. പൈനാപ്പിളിന് ടേസ്റ്റ് ചെയ്തിട്ട് പൈനാപ്പിളിന്റെ പുളി അനുസരിച്ച് വേണം തൈര് ഇട്ട് കൊടുക്കാൻ. മധുരവും പുളിയുടെ ഒരു നല്ല ബാലൻസ് വേണം. അതാണ് പൈനാപ്പിൾ പച്ചടി നല്ല ടേസ്റ്റ് ആക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ഉപയോഗിക്കാം. ഇനി ഇറക്കി വെക്കണ മുമ്പ് ഇത്തിരി കറുത്ത മുന്തിരി ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറുത്ത മുന്തിരി ഇട്ടിട്ട് ഒരു തിള വന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. പൈനാപ്പിൾ പച്ചടി താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കടുക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കപ്പരമുളക് ഇട്ട്
ഇട്ട് കൊടുക്കാം. കപ്പരമുളക് ചുമന്ന് വരുമ്പോൾ അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി താളിച്ചത് നമ്മൾ പൈനാപ്പിൾ പച്ചടിയുടെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പൈനാപ്പിൾ പച്ചടി റെഡി ആയി കഴിഞ്ഞു. ഫ്രണ്ട്സ്, പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ പൈനാപ്പിൾ പച്ചടി ഉണ്ടെങ്കിൽ സദ്യ നല്ല അടിപൊളിയായിട്ടുണ്ടാകും. പിന്നെ വെറുതെ പൈനാപ്പിൾ ഒക്കെ സീസൺ ഉള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഷുവർ ആയിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ചാനലിനെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ബെൽ ഐക്കൺ അമർത്തിയാൽ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ എൻ്റെ വീഡിയോസിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. Thank you for watching, friends. Bye.